Hello everyone. Today I am here with the third chapter, the principles of inheritance and variation. The fourth part of this chapter. നിങ്ങൾ കഴിഞ്ഞ 3 വീഡിയോസും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പാർട്ട് 3 വരെ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. എങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്, പക്ഷേ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് ടെക്സ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ പാർട്ടും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത പാർട്ടിലോട്ട് പോവുക. ക്ലിയർ? അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനായ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഗ്രിഗർ മെൻഡൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? ഗ്രിഗർ മെൻഡൽ ഹി ഇൻകോർപ്പറേറ്റഡ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് വിത്ത് ഹിസ് ഫൈൻഡിങ്സ്. ബൈനോമിയൽ എക്സ്പാൻഷൻ കണക്ട് ചെയ്തത് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ അതിനുശേഷം വാട്ട് ഹി ഡിഡ്, ഗ്രിഗർ മെൻഡൽ എന്താ ചെയ്തത്? He tried to find out the genotype of recessive plant. Recessive plant-ന്റെ genotype കണ്ടെത്താൻ ശ്രമിച്ചു. അതെന്താ ചെയ്തത്? F2 plants-നെ സെൽഫ് പോളിനേറ്റ് ചെയ്ത്. By self-pollinating the F2 plants, Gregor Mendel discovered the genotype of recessive character, that is here dwarfness. Dwarf plant-ന്റെ genotype കണ്ടെത്താൻ ശ്രമിച്ചു. And he found that all the dwarf plants or all the recessive plants were found to be homozygous. അതായത് ഡോഫ് പ്ലാന്റ് ആണെങ്കിൽ സ്മോൾ ടി എന്ന് തന്നെ കാണാൻ കഴിയും. അത് F2 പ്ലാന്റ്സിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, നൗ ടു ഫൈൻഡ് ദി ജീനോടൈപ്പ് ഓഫ് ടോൾ പ്ലാന്റ്സ് ഇറ്റ് വാസ് സംവാട്ട് ഡിഫിക്കൽട്ട്. ജസ്റ്റ് ബൈ ഒബ്സർവേഷൻ നമുക്ക് പറയാൻ പറ്റുമോ ടോൾ പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പ്? ഇല്ല. ടോൾ പ്ലാന്റ്സ് F2 പ്ലാന്റ്സിനെ നോക്കിയാൽ പ്രൊജനി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ടോൾ പ്ലാന്റ്സ് 2 തരത്തിൽ ഉണ്ട് അല്ലേ? 1:2:1 റേഷ്യോ കിട്ടിയപ്പോൾ മനസ്സിലായി ടോൾ പ്ലാന്റ്സ് ഹോമോസൈഗസും ഉണ്ട്, ഹെറ്ററോസൈഗസും ഉണ്ട്. അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നതും ടോൾ പ്ലാന്റ് ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഹെറ്ററോസൈഗസും ടോൾ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ടോൾ പ്ലാന്റിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഗ്രിഗർ മെൻഡൽ ക്രോസ്ഡ് ദി F2 plants with a recessive dwarf plant. F2 plants 1:2:1 റേഷ്യോയിൽ കിട്ടിയതല്ലേ? ഓരോ F2 പ്ലാന്റിനെയും ഡ്വാഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. അതൊന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് യു ക്യാൻ സീ ഹിയർ ഓൺ ദ സ്ക്രീൻ. ക്യാപിറ്റൽ ടിയും ഒരു ഡ്വാഫ് പ്ലാന്റും ഹോമോസൈഗസ് ആണല്ലോ ഡ്വാഫ്, ക്രോസ് ചെയ്തപ്പോൾ എന്താണ് പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്? ഓൾ ദ പ്ലാന്റ്സ് വേ ഫൗണ്ട് ടു ബി ഹെറ്ററോസൈഗസ് ടോൾ. ഫിനോട്ടിപ്പിക്കലി ടോളാണ്, കണ്ടു കഴിഞ്ഞ് ഇതെല്ലാം ടോളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഗ്രിഗർ മെൻഡലിന്. പിന്നെ അടുത്തത് എന്താ ചെയ്തത്? ഹെറ്ററോസൈഗസ് ടോൾ പ്ലാന്റിനെ ഡ്വാഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നു നോക്കൂ, പണ്ണറ്റ് സ്ക്വയറിൽ ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 ടോൾ പ്ലാന്റ്സും ഹെറ്ററോസൈഗസ് ടോളും 2 ഡ്വാഫ് പ്ലാന്റ്സുമാണ്. റേഷ്യോ 1:1. അപ്പോൾ ഈ ടോൾ പ്ലാന്റിന്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ ഗ്രിഗർ മെൻഡൽ വാട്ട് ഹി ഡിഡ്? He crossed the F2 plants with a dwarf plant or recessive plant. This type of cross is known as test cross or back cross. What was the aim of test cross? ഈ ടെസ്റ്റ് ക്രോസ് അഥവാ ബാക്ക് ക്രോസിന്റെ എയിം എന്താണ്? To find out the genotype of F2 tall plants. F2 tall plantsന്റെ genotype, whether it is homozygous or heterozygous എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഗ്രിഗർ മെൻഡൽ ടെസ്റ്റ് ക്രോസ് നടത്തിയത്. ടെസ്റ്റ് ക്രോസിന്റെ മറ്റൊരു പേരാണ് ബാക്ക് ക്രോസ്. മനസ്സിലായോ? ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെന്റ്സ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ദാറ്റ് ഇസ് എ ക്രോസ് ബിറ്റ്വീൻ പാരന്റ്സ് ഡിഫറിങ് ഇൻ സിംഗിൾ ക്യാരക്ടർ. ഇവിടെ ഹൈറ്റ് എന്ന ക്യാരക്ടറാണ് എടുത്തതെങ്കിൽ അതിന്റെ 2 ട്രേറ്റ്സ് ടോളും ഡ്വാഫും. അങ്ങനെ ഒരേ ഒരു ക്യാരക്ടർ വെച്ച് ക്രോസ് നടത്തിയെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മോണോഹൈബ്രിഡ് ക്രോസ്. Based on monohybrid cross, Gregor Mendel postulated or formulated theories or laws. These laws are known as law of inheritance or principles of inheritance. Based on monohybrid cross, he formulated 2 laws. One is law of dominance and second law is known as law of segregation. ഏതാണ് മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്ത് 2 ലോസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന് law of dominance and the second one is law of segregation. Let us see the first law, the law of dominance. Law of dominance എന്താ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് നോക്കാലോ.
Each character is controlled by discrete units called factor. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഗ്രിഗർ മെൻഡൽ പറഞ്ഞു ഓരോ ക്യാരക്ടർ നിയന്ത്രിക്കുന്നത് ഒരു യൂണിറ്റ് ആയ ഫാക്ടർ എന്നാണ്. അന്ന് ഗ്രിഗർ മെൻഡൽ വിളിച്ച ഫാക്ടറാണ് ഇന്ന് നമ്മൾ പറയുന്ന ജീന്. അത് ഓർമ്മയുണ്ടല്ലോ. ആൻഡ് ഈച്ച് ഫാക്ടർ ഒക്കെ ഇൻ പെയർ. അതും നിങ്ങൾക്കറിയാം, ഒരു ജീനിൽ 2 അലീൽ ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു പെയറാണ്. ഈച്ച് ഫാക്ടർ ഒക്കെ ഇൻ പെയർ, അതും പഠിച്ചു. ആൻഡ് ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ, അതായത് ഡിസിമിലർ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഒന്ന് സ്മോൾ ടി ആണ്. ഇത് ഡിസിമിലർ ആണല്ലോ. ഇങ്ങനെ ഒരു ഫാക്ടർ പെയർ വരുവാണെങ്കിൽ one among the pair will express, and it is called as dominant, and the other one is found to be hidden, and it can be called as recessive. അപ്പോൾ ഡോമിനൻറ്റും റെസസീവും ആണ് ഒരു ഡിസിമിലർ ഫാക്ടറിൽ ഉണ്ടാകുന്നത് എന്നും ഈ ലോ ഓഫ് ഡോമിനൻസിലൂടെ ഗ്രിഗർ മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ദിസ് എക്സ്പ്ലനേഷൻ വാസ് ബേസ്ഡ് ഓൺ F1 ആൻഡ് F2 ജനറേഷൻസ്. ഒന്നാം തലമുറയും രണ്ടാം തലമുറയും സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ ലോ ഓഫ് ഡോമിനൻസ് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലായോ? എന്താണ് ലോ ഓഫ് ഡോമിനൻസ്? എന്താണ്? ഈച്ച് ക്യാരക്ടർ is controlled by discrete units called factor. Factor exists in pairs, and out of a dissimilar factor, one will be dominant and the other will be recessive. ഇതാണ് law of dominance. Let us see the second law. Law of എന്താണത്? സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ. അത് പറയുന്നത് ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ, നമ്മളന്ന് പഠിച്ചതാണ്. ഗാമീറ്റ് ഫോർമേഷൻ സമയത്ത് ഫ്രം എ പെയർ ഓഫ് അലീൽ or in a gene, the paired allele will separate and segregate and enter each gamete. അത് പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് law of segregation. During gamete formation, from the paired allele, it separate and segregate and enter each gamete. This is explained by law of segregation. If the factor or paired factor, if the paired allele is similar, capital T ആണെങ്കിലോ both the gametes will be same. രണ്ട് ഗാമീറ്റിലും capital T അല്ലേ വരിക. In a dissimilar pair, ഒരു ഡിസിമിലർ പെയർ ആണെന്ന് ഉദ്ദേശിച്ച് നോക്കൂ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ ഓരോ ഗാമീറ്റിനകത്തല്ലേ കയറുക. ഇതിനകത്ത് ക്യാപിറ്റൽ ടിയും ഇതിനകത്ത് ഈ ഗാമീറ്റിൽ സ്മോൾ ടി അല്ലേ വരിക. അപ്പോൾ ഡിസിമിലർ പെയർ ആണെങ്കിലോ ഡിസിമിലർ ആയിട്ടുള്ള വ്യത്യസ്തമായ ഗാമീറ്റ്സ് ഉണ്ടാവും. അതും കൂടെ ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നു. ലോ ഓഫ് സെഗ്രിഗേഷൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ ദ പെയർഡ് അലീൽസ് സെപ്പറേറ്റ് ആൻഡ് സെഗ്രിഗേറ്റ് and enter each gamete. If the paired allele is similar, all the gametes will be having similar type of allele. If the paired allele is dissimilar, the gametes will be dissimilar. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. ഗ്രിഗർ മെൻഡലിൻ്റെ ടെസ്റ്റ് ക്രോസ് തന്നെയാണ് ബാക്ക് ക്രോസ്. അതെന്താണെന്ന് മനസ്സിലായി. Based on monohybrid cross, Grigor Mendel formulated 2 laws. Monohybrid ബേസ് ചെയ്തിട്ടാണ് 2 നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായിരുന്നു ഈ നിയമങ്ങൾ? അല്ലെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, അല്ലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണ്? 2 മോണോഹൈബ്രിഡ് ക്രോസിനെ ബേസ് ചെയ്തിട്ടുള്ളത് ലോ ഓഫ് ഡോമിനൻസ്, രണ്ടാമത്തത് ലോ ഓഫ് സെഗ്രിഗേഷൻ. You know that Grigor Mendel did experiments in wide samplings. ഈ ഒരു ഗാർഡൻ പീൽ മാത്രമാണോ? He did his experiments in many other plants. 4 o'clock പ്ലാന്റിൽ ചെയ്തിട്ടുണ്ട്. Then snapdragon or dog flower or antirrhinum species എന്ന് പറയുന്ന ഈ സ്നാപ്ഡ്രാഗണിൻ്റെ സയൻറ്റിഫിക് നെയിമാണത്. antirrhinum species. ഈ ഒരു പ്ലാന്റിലും കൂടെ Grigor Mendel did his experiments. But it was slightly different from the law of dominance. ഈ law of dominanceൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു പെയർ അലീലിൽ ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റെസസീവുമാണ്. എക്സ്പ്രസ് ചെയ്ത ക്യാരക്ടർ F1 എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഡോമിനൻറ്റുമാണ്. അതിൽ ഹിഡൻ ആയ ക്യാരക്ടർ റെസസീവ് എന്നല്ലേ പഠിച്ചത്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് Grigor Mendelന് when dog flower or snapdragon plant or antirrhinum species plant was crossed. See the screen here. The antirrhinum species plant, red flowering plant,
when crossed with a white flowering plant. റെഡ് ഫ്ലവറിംഗ് പ്ലാന്റിന് ഇവിടെ ജീനോടൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അലീൽസ് ക്യാപിറ്റൽ ആർ എന്നും വൈറ്റ് ഫ്ലവറിംഗ് പ്ലാന്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്മോൾ ആർ എന്നും. അപ്പോൾ അതിൽ വരുന്ന ഗാമീറ്റ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. സ്മോൾ ആറിൽ വന്നിരിക്കുന്നത് വൈറ്റ് ഫ്ലവറിൽ സ്മോൾ ആർ എന്ന ഗാമീറ്റേ വരുന്നുള്ളൂ അല്ലേ. ഫെർട്ടിലൈസേഷനിൽ ഇത് രണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഓസ്പ്രിങ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അത് നമ്മൾ മോണോഹൈബ്രിഡ് റേഷ്യോയിൽ ആദ്യമേ F1 പ്ലാന്റിൽ കണ്ട അതേ റേഷ്യോ ആണ്. ടോളും ഡോഫും വെച്ച് ഗ്രിഗർ മെൻഡൽ മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ സെയിം റേഷ്യോ ഇവിടെ ജീനോടൈപ്പിക് ടൈപ്പ് കാണുമ്പോൾ ബട്ട് ദ ഫീനോടൈപ്പ് വാസ് ഡിഫറെൻറ്റ്. മെൻഡലിൻ്റെ ആദ്യത്തെ പരീക്ഷണം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫീനോടൈപ്പ് എന്താണ് വേണ്ടത്? യു ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. ടോളും ഡോഫും വെച്ചപ്പം ഡോമിനൻ്റ് ക്യാരക്ടർ ഏതായിരുന്നു? ടോളായിരുന്നു അല്ലേ. F1 പ്ലാന്റ് ടോളിന് പകരം ഇവിടെ റെഡ് അല്ലേ വേണ്ടത്. പക്ഷേ it was slightly different. The F1 plant in this cross was found to be pink. Red and white in your combination. Here Mendel observed blending of characters or a character in between the two parents. രണ്ട് പാരൻസിൻ്റെ ഇടയിലുള്ള ഒരു ക്യാരക്ടറാണ് അത്. റെഡും വൈറ്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിങ്ക് അല്ലേ കിട്ടുന്നത്. പെയിൻറ്റ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും അല്ലേ. You try to find out the color which you get when you mix red paint with your white paint. ഒരു പിങ്ക് കളറാണ് കിട്ടുന്നത്. ഇപ്പോൾ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടർ എന്ന് പറയാം, ഓർ ദ ക്യാരക്ടർ വിച്ച് വാസ് ഫൗണ്ട് ടു ബി ഇൻ ബിറ്റ്വീൻ ദ ടു. This condition or this type of expression is called as incomplete dominance. ഈ അവസ്ഥയ്ക്കാണ് എന്ത് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇവിടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഡോമിനൻ്റ് ആണോ? അല്ല. ഏതെങ്കിലും ഒരു ക്യാരക്ടർ റെസസീവ് ആണെന്ന് പറയാൻ പറ്റുമോ? നോ. No character is dominant and no character is recessive. This condition is known as incomplete dominance. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പഠിച്ച ലോ ഓഫ് ഡോമിനൻസ് പഠിച്ചു. അവിടെ ഒരു കൺസെപ്റ്റ് നമ്മൾ ആക്കി വെച്ചു അല്ലേ. എന്താണ് ഡോമിനൻറ്റ് ക്യാരക്ടർ, എന്താണ് റെസസീവ് ക്യാരക്ടർ? ദ ക്യാരക്ടർ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ F1 ജനറേഷൻ ഇസ് നോൺ ആസ് ഡോമിനൻറ്റ് ക്യാരക്ടർ ആൻഡ് ദ ക്യാരക്ടർ വിച്ച് ഇസ് ഹിഡൻ ഇൻ ദി F1 ജനറേഷൻ ഇസ് നോൺ ആസ് റെസസീവ് ക്യാരക്ടർ. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ്, ക്യാൻ യു എക്സ്പ്ലെയിൻ? എന്തായിരിക്കും ഈ ഡോമിനൻസ്? എങ്ങനെയാണ് ഡോമിനൻസ് വന്നത്? ഇവിടെ മറ്റൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്? അതിനും ഗ്രിഗർ മെൻഡൽ തന്നിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്. ഈച്ച് ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ എ സെറ്റ് ഓഫ് അലീൽ അല്ലേ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കറിയാം ഒരു എൻസൈമാണ് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റുന്നത്. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ 11th സ്റ്റാൻഡേർഡിൽ. ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റാൻ റിയാക്ഷന് സഹായിക്കുന്ന, റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് എൻസൈം. ഈ എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ജീനാണ്. ജീനിന് നിങ്ങൾക്കറിയാം ഒരു പെയർ അലീൽ ഉണ്ടാവും. ഈ അലീൽ അല്ലെങ്കിൽ ജീനാണ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. എൻസൈം എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റും. പ്രോഡക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഫീനോടൈപ്പ്. ഇപ്പോൾ ഒരു സ്കിൻ കളർ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം. സ്കിൻ കളർ നിയന്ത്രിക്കുന്ന ഒരു പ്രോട്ടീനാണെന്ന് വിചാരിക്കൂ. ഈ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു ജീൻ വേണം. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ജീൻ ആണ് ആ ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത്. ജീന് തന്നെയാണ് ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇപ്പം ജീനിൽ നമുക്കറിയാം ഒരു പെയർ അലീലില്ലേ. ഇഫ് ബോത്ത് ദ അലീൽസ് ആർ ഈക്വലി സെയിം ആൻഡ് അൺമോഡിഫൈഡ്, രണ്ടും ഒരുപോലെയാണെന്ന്, ഒന്ന് നോർമൽ അലീലും ഒന്ന് മോഡിഫൈഡ് അലീലും എന്ന് പറയുന്നു. ഇതിൽ രണ്ടും ഒരുപോലെയാണെങ്കിലോ ഈ രണ്ട് അലീലിൻ്റെയും ക്യാരക്ടർ, ഇതൊന്ന് ഫാദറിൽ നിന്ന് വന്നത്, ഇതൊന്ന് മദറിൽ നിന്ന് വന്നത്. അച്ഛൻ ഫെയർ ആണ്, അമ്മയും ഫെയർ ആണ് എന്ന് വിചാരിക്കൂ. അപ്പോൾ രണ്ട് ക്യാരക്ടർ, അല്ലെ അച്ഛൻ ഡാർക്കാണ്, അമ്മ ഫെയർ ആണ്. അപ്പോൾ രണ്ടും കൂടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മിഡിലുള്ള ഒരു ക്യാരക്ടർ കിട്ടിയേക്കാം. ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നേക്കാം അല്ലേ. രണ്ട് അലീലും ഈക്വലി എക്സ്പ്രസ് ചെയ്യുന്നു, ഈക്വലി ഫങ്ഷനിങ് ആണെങ്കിൽ both the characters will be expressed. മനസ്സിലായോ? If suppose one allele is normal, the other one is modified. ഒരു അലീല് ഈ ക്യാരക്ടറിനെ സ്കിൻ കളറിനെ എന്ന ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു അലീൽ ഇത്തിരി മോഡിഫൈഡ് ആണെന്ന് കരുതൂ. മോഡിഫൈഡ് ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി അബ്നോർമൽ ആണെന്ന് വിചാരിക്കൂ.
അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് അറ്റ് ഓൾ. സപ്പോസ് ചില സാഹചര്യത്തിൽ ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് വിചാരിക്കൂ. ആ അവസ്ഥയിൽ ഈ അലീലിൻ്റെ ഒരു റിസൾട്ട് മാത്രമല്ലേ ഫീനോടൈപ്പായിട്ട് വരുള്ളൂ. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സ്പ്രഷൻ, സ്കിൻ കളർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ അച്ഛനിൽ നിന്ന് വന്ന് ഈ ഒരു ക്യാരക്ടറല്ലേ കുട്ടിയുടെ സ്കിൻ കളറായിട്ട് വരുള്ളൂ അല്ലേ. ഇതാണ് നമ്മൾ ഡോമിനൻസ് എന്ന് വിചാരിക്കുന്നത്, എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാരക്ടർ ഹിഡൻ ആയി മറ്റൊരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതാവാം ഡോമിനൻസ്. ഇത് ഡോമിനൻറ്റും ഇത് റെസസീവ് എന്നും പറഞ്ഞു. ഇതാണ് ഗ്രിഗർ മെൻഡൽ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റാൻ, പ്രോഡക്റ്റിനെ ഫീനോടൈപ്പായിട്ട് മാറ്റി, അതായത് ഒരു സ്കിൻ കളർ മെലാനിൻ പിഗ്മെൻറ്റ് ഫോർമേഷൻ ആയിരിക്കാം സ്കിൻ കളർ നിയന്ത്രിക്കുന്നത് അല്ലേ. അത് നമ്മുടെ ഒരു ഫീനോടൈപ്പ് അല്ലേ. സ്കിന്നിൻ്റെ നിറം, തൊലിയുടെ നിറം കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളത് നമ്മുടെ ഫീനോടൈപ്പാണ്, ഫിസിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ സ്കിൻ കളർ നിയന്ത്രിക്കുന്നത് ഒരു ജീനാണ്. ആ ജീനിലുള്ള ഒരു സെറ്റ് ജീനിൽ രണ്ട് ഫാദറിൽ നിന്ന് വന്നിരിക്കുന്ന ജീനും മദറിൽ നിന്ന് വന്നിരിക്കുന്ന ജീനും രണ്ടും തുല്യമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ രണ്ട് ജീനിൻ്റെയും എക്സ്പ്രഷൻ കുട്ടിയിൽ കാണും ഫീനോടൈപ്പായിട്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ജീന് പ്രവർത്തിക്കുന്നു, മറ്റൊരു ജീന് മോഡിഫൈഡ് ആണ്, മോഡിഫൈഡ് ആയിട്ട്, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് അറ്റ് ഓൾ. ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല, കുറച്ച് വർക്കിംഗ് ആയിരിക്കും, എങ്ങനെയാവാം. അപ്പോൾ ഒരു ജീനിൻ്റെ ഒരു അലീലിൻ്റെ പ്രവർത്തനമാണ് അവിടെ എക്സ്പ്രസ് ആവാം. അപ്പം നമ്മൾ അതിനെ എന്തായി വിളിച്ചു? ഡോമിനൻറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡോമിനൻറ്റ്. The other allele can be expression of the allele can, or this allele can be named as recessive. മനസ്സിലായോ? ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എക്സ്പ്ലെയിൻഡ് ബൈ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പം ഒന്നുകൂടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണ്? ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ്. വി ഒബ്സർവ് ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ എ ക്യാരക്ടർ വിച്ച് ഇസ് ഇൻ ബിറ്റ്വീൻ ദ ടു പാരൻസ്. രണ്ട് പാരൻസിൻ്റെയും ഇടയിലുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ. അതിൽ ഗ്രിഗർ മെൻഡൽ സൈറ്റ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ ഏതാണ്? സ്നാപ് ഡ്രാഗൺ ഓർ ആൻറ്റി റൈനം സ്പീഷീസ്. ഇതിനെ തന്നെ പൂവിനെ നമ്മൾ ഡോഗ് ഫ്ലവർ എന്ന് വിളിക്കും. റെഡ് ഫ്ലവറിംഗ് പ്ലാന്റും വൈറ്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ക്രോസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന F1 പ്രോജിനിയുടെ ഫ്ലവറിൻ്റെ കളർ എന്തായിരുന്നു? ഇറ്റ് വാസ് പിങ്ക് കളർ. ഹിയർ വി ഒബ്സർവ് ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ ദ ക്യാരക്ടർ ഇൻ ബിറ്റ്വീൻ ദ ടു പാരൻസ്. And this is a very good explanation for incomplete dominance. So till now we explained the F2 plants resembled, or the F1 plants resembled any one of the parent. ഏതെങ്കിലും ഒരു പാരന്റിനെ റിസംബിൾ ചെയ്തു. or the F1 plant had blending of characters. രണ്ട് പാരന്റിൻ്റെയും ബ്ലെൻഡിങ് വന്നു, അല്ലെങ്കിൽ the character which is in between the two parents. ഇങ്ങനെയുള്ള രണ്ട് ക്രോസാണ് നമ്മൾ ഇതുവരെയും കണ്ടിരിക്കുന്നത്. ഇൻ അതർ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, മറ്റൊരു തരത്തിലുള്ള ഇൻഹെറിറ്റൻസിൽ വി ക്യാൻ സീ ബോത്ത് ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് ദ പാരൻസ് ആർ എക്സ്പ്രസ്ഡ്. രണ്ട് പാരൻറ്റിൻ്റെയും ക്യാരക്ടർ ഒരുപോലെ എക്സ്പ്രസ് ആവുന്നു, ബ്ലെൻഡിങ് അല്ല നടക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. മനുഷ്യനിൽ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ഇതിനെ നമുക്ക് ടോട്ടലി എന്ത് വിളിക്കാം? ABO ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ. In human beings, different types of blood groups we can observe: A group, B group, AB group and O group, and this blood group is controlled by a gene called I. I എന്ന capital I എന്ന gene ആണ് ABO blood group നിയന്ത്രിക്കുന്നത്. And this gene I, it produces, it has 3 different types of alleles. അപ്പോൾ നമുക്കൊരു സംശയം, 3 തരത്തിലുള്ള അലീൽ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് നോക്കാം. നമ്മൾ ഹൈറ്റിൻ്റെ കാര്യത്തിൽ 2 തരം അലീൽ പഠിച്ചില്ലേ? ടോളും ഡ്വാഫും, ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? ഹൈറ്റിൻ്റെ 2 അലീൽസ്, ഹൈറ്റ് എന്ന ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്ന ജീനിലുള്ള 2 അലീൽസ്, ഒന്ന് ക്യാപിറ്റൽ ടി ആണ്, ഒന്ന് സ്മോൾ ടി ആണ്. ഇവിടെ ABO ബ്ലഡ് ഗ്രൂപ്പ് നിയന്ത്രിക്കാൻ 2 അലീൽസ് അല്ല, there are 3 different types of alleles. ഇതുവരെ കണ്ടതുപോലെ 2 അലീലല്ല ഉള്ളത്, 3 different types of alleles. അതുകൊണ്ട് തന്നെ ABO ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കുന്നുണ്ട്. വി കോൾ ഇറ്റ് ആസ് മൾട്ടിപ്പിൾ അലീലിസം ബിക്കോസ് ദിസ് ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ 3 different alleles. വിച്ച് ആർ ദി? I എന്ന ജീനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദ 3 different alleles are IA, IB, small I. സ്ക്രീനിൽ കാണുന്നുണ്ടോ? 3 different alleles: IA, IB and small I. Human beings are diploid. ഡിപ്ലോയിഡ് കണ്ടീഷൻസിലാണല്ലോ, അതായത്
സെക്ഷൽ ഫെർട്ടിലൈസേഷനിലൂടെ, സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ നടക്കുന്ന, അതായത് ഒരു ക്യാരക്ടർ ഫാദറിൽ നിന്നും മറ്റൊരു ക്യാരക്ടർ മദറിൽ നിന്നും വരുന്നത് അല്ലേ. അതുകൊണ്ട് ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്നത്. ഏത് ക്യാരക്ടറുടെ ജീനും ഡിപ്ലോയിഡിറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 അലീലിൻ്റെ കോമ്പിനേഷൻ കാണുമല്ലോ അല്ലേ. ഇപ്പം 3 അലീലിക് ഫോംസ് ആണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ ജീനിൽ ഉള്ളത്. അപ്പോൾ ക്യാപിറ്റൽ IA, IB, സ്മോൾ I. അത് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ വരുമ്പോൾ എന്തൊക്കെ കോമ്പിനേഷൻസ് വരാം? സ്ക്രീൻ ഒന്ന് നോക്കിക്കോളൂ ഒന്നുകൂടെ. IA എന്നുള്ളൊരു കോമ്പിനേഷൻ വന്നൂടെ? എ ഗ്രൂപ്പ് ബ്ലഡാണ്. IA, IB എന്നുള്ള കോമ്പിനേഷൻ വരാം. AB ഗ്രൂപ്പ് ബ്ലഡാണ്. IA, സ്മോൾ I അതും എ ഗ്രൂപ്പ് ബ്ലഡാണ്. എന്നാൽ ബി എന്തൊക്കെ കോമ്പിനേഷൻ? IB ബി ഗ്രൂപ്പാണ്. IB, IA AB ഗ്രൂപ്പ് തന്നെയാണ്. IB, I ബി ഗ്രൂപ്പാണ്. എന്നാൽ സ്മോൾ ലെറ്റർ I അങ്ങനെ ഒരു ജീൻ്റെ അലീലിക് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലോ അത് O ഗ്രൂപ്പാണ്. അപ്പോൾ എത്ര ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടു? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. സ്ക്രീനിൽ നിന്ന് മനസ്സിലായില്ലേ? ഫീനോടൈപ്സ് എത്രയാണ് വന്നിരിക്കുന്നത്? ഈ 3 അലീലിക് ഫോംസിൽ നിന്ന് ചേർന്നിട്ടുള്ള കോമ്പിനേഷനിൽ നിന്ന് എത്ര ഫീനോടൈപ്സ് വന്നു? 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീനോടൈപ്സ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സ്പ്രഷൻ, പുറത്ത് കണ്ടിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഏത് 4 രൂപങ്ങളാണ് അല്ലേ? 4 വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്നത്. ആ 4 വ്യത്യസ്ത രൂപങ്ങളെ നമുക്ക് എന്ത് പറയാം? ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ. ഈ 3 അലീലിക് ഫോംസിൽ നിന്ന് 4 ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻസ് ആണ് ബ്ലഡ് ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മൾട്ടിപ്പിൾ അലീലിസം ഇൻ ദ കേസ് ഓഫ് ABO blood group. Let us see the difference between these 3 allelic forms. ഈ 3 allelic forms IA, IB, small I, ഈ 3 allelic ഫോംസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. IA and IB are equally dominant. രണ്ടും തുല്യമായിട്ടാണ് പോകുന്നത്. But IA is dominant over small I. Similarly, IB is dominant over small I. If IA and IB produce രണ്ട് equally dominant ആകുമ്പോൾ IAയും IBയും വന്നു കഴിഞ്ഞാലോ both will be expressed. രണ്ടും എക്സ്പ്രസ് ആവും. IAയും സ്മോൾ ഐയും വന്നാൽ IA മാത്രം എക്സ്പ്രസ് ആവും. IBയും സ്മോൾ ഐയും വന്നാൽ B മാത്രം എക്സ്പ്രസ് ആവും. സ്മോൾ ഐയും വന്നു കഴിഞ്ഞാൽ രണ്ടും എക്സ്പ്രസ് ആവുന്നില്ല അല്ലേ? അപ്പോഴാണ് O ഗ്രൂപ്പ് ആവുന്നത്. ഇനി IA, IB വന്നു കഴിഞ്ഞാൽ രണ്ടും എക്സ്പ്രസ് ആവും, AB ഗ്രൂപ്പ് ഉണ്ടാവും. എന്താണ് ഡിഫറൻസ്? നമ്മൾ എങ്ങനെയാണ് IA ഗ്രൂപ്പ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ RBCയിൽ, ഇൻ ഹ്യൂമൻ RBC, upon the cell wall or cell membrane, you can see a sugar polymer coating. ഒരു ഷുഗർ പോളിമറിൻ്റെ കോട്ടിംഗ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സംവാട്ട് പ്രൊട്രൂഡഡ്. പുറന്തള്ളി നിൽക്കുന്ന ഒരു ഷുഗർ പോളിമർ കോട്ടിംഗ് ആണ് RBCയുടെ മേലെ കാണാൻ പറ്റുന്നത്. ആൻഡ് IA, IB എന്ന് പറയുന്ന ഈ ഷുഗർ പോളിമർ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ സ്മോൾ ലെറ്റർ ഐക്കോ ദർ ഇസ് നോ ഷുഗർ പോളിമർ. സ്മോൾ ലെറ്റർ I ജീൻ ആണെങ്കിൽ I ആണെങ്കിലോ ഷുഗർ പോളിമർ ഇല്ല. IAയും IBയും വ്യത്യാസമുണ്ട് ഷുഗർ പോളിമർ അല്ലേ? ഈ IA സെക്രീറ്റ് ചെയ്യുന്ന ഷുഗർ പോളിമറിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് IBക്ക്. അപ്പോൾ IAയും IBയും ഉള്ള കോമ്പിനേഷനിൽ 2 തരം ഷുഗർ പോളിമറും RBCക്ക് മേലെ കാണാൻ പറ്റുന്നുണ്ട്. അതല്ലേ മനസ്സിലാവുന്നത്? അതുകൊണ്ടാണ് രണ്ടും എക്സ്പ്രസ്ഡ് ആവുന്നത്, AB ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നത്. സ്മോൾ ലെറ്റർ I ആണെങ്കിലോ ഷുഗർ പോളിമർ ഇല്ലല്ലോ, അതുകൊണ്ട് O ഗ്രൂപ്പ് ആവുന്നു. എന്നാൽ IA ഷുഗർ പോളിമർ ഉണ്ട്, സ്മോൾ ലെറ്റർ I ഷുഗർ പോളിമർ ഇല്ല. അപ്പോൾ ഒരേ ഒരു തരം IAയുടെ ടൈപ്പ് ഷുഗർ പോളിമർ എക്സ്പ്രസ് ആവുന്നു. അപ്പം നമ്മൾ A ഗ്രൂപ്പായി കരുതുന്നു. എന്നാൽ IB ആണിത്. സ്മോൾ I ഷുഗർ പോളിമർ ഉണ്ടോ ഇതിൽ? ഇല്ല. IBക്ക് ഷുഗർ പോളിമർ ഇല്ലേ? ഒരു വ്യത്യസ്ത തരം ഷുഗർ പോളിമർ ഉണ്ട്. അപ്പോൾ അത് RBC ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ IB സെക്രീറ്റ് ചെയ്യുന്ന ഷുഗർ പോളിമർ RBCക്ക് മേലെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് B ഗ്രൂപ്പായി മാറുന്നു. ഇങ്ങനെയാണ് ബ്ലഡിൻ്റെ A ഗ്രൂപ്പാണോ B ഗ്രൂപ്പാണോ AB ഗ്രൂപ്പാണോ O ഗ്രൂപ്പാണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആസ് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 3
different types of alleles, we call it as multiple allelism. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? Multiple allelism. And this condition by which IA, IB ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു both the characters are expressed, isn't it? അല്ലെ, രണ്ട് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തു. And this condition is known as codominance. ഈ അവസ്ഥയ്ക്കാണ് വിളിക്കുന്നത് codominance. എന്നാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ എന്തായിരുന്നു? ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടർ. റെഡും വൈറ്റും വെച്ചപ്പോൾ പിങ്ക് വന്നു അല്ലേ? രണ്ട് പാരൻസിൻ്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ദ ടു പാരൻസ് അല്ലെ, ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടർ, അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്നാൽ രണ്ട് ഫാക്ടർ എക്സ്പ്രസ് ആയി കഴിഞ്ഞാലോ, എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ഒരുപോലെ എക്സ്പ്രസ് ആയി അല്ലെ, എ ബി ഗ്രൂപ്പുകാരന് അവിടെ എന്താണ്? കോഡോമിനൻസ്. കോഡോമിനൻസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് മറ്റൊരു എക്സാമ്പിൾ സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർച്ച് ഗ്രെയിൻ, നമ്മുടെ പീ പ്ലാന്റിൽ തന്നെ സ്റ്റാർച്ച് ഗ്രെയിൻ നോക്കിയിട്ട്, സ്റ്റാർച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ള ഗ്രെയിൻ, അതായത് ക്യാപിറ്റൽ ബി, സ്മോൾ ബി ആണ്. ക്യാപിറ്റൽ ബി എന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് ഗ്രെയിൻ കൂടുതലുള്ള പിയുടെ സീഡാണ്. അത് ബൾക്കിയാണ്, കുറച്ച് ബൾജ്ഡാണ്. ദ അതർ വൺ സ്മോൾ ബി എന്ന് പറയുന്നത് അത് നോക്കുമ്പോൾ റിങ്കിൾഡാണ്. സ്റ്റാർച്ച് കണ്ടന്റ് വളരെ കുറവാണ്, അതുകൊണ്ട് റിങ്കിൾഡാണ്. എന്നാൽ ഈ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് നമ്മൾ വിശേഷിപ്പിച്ച് ക്യാപിറ്റൽ ബിയെയും സ്മോൾ ബിയിലും ഗാമീറ്റ് വന്നു. ഒന്ന് ക്യാപിറ്റൽ ബി, മറ്റൊന്ന് സ്മോൾ ബി അല്ലേ? അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ലേ? ഇവിടെ ശരിക്കും വേണ്ടത് എന്തായിരുന്നു? നമ്മുടെ ഡോമിനൻസ് വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ ബി ആണ്, അതായത് ബൾജ്ഡ് സീഡാണ്, സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലുള്ളതാണ്. പക്ഷേ ഇവിടെ കണ്ടിരിക്കുന്നത് ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റാണ്, കൂടുതലുമില്ല കുറച്ചുമല്ല, രണ്ടിൻ്റെ ഇടയിലുള്ളത്. അതെന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ ക്യാരക്ടർ ഇൻ ബിറ്റ്വീൻ ദ ടു. ഇത്രയും മനസ്സിലായോ? വിത്ത് ദിസ് ലെറ്റ് മീ റീകോൾ വൺസ് അഗെയിൻ. ഇന്നെടുത്ത ക്ലാസ് ഒന്ന് ലെറ്റസ് റീകോൾ, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഗ്രിഗർ മെൻഡൽ ടോൾ പ്ലാന്റ്സിൽ F2 ടോൾ പ്ലാന്റ്സിൻ്റെ ജീനോടൈപ്പ് കണ്ടെത്താൻ വേണ്ടി, ടു ഫൈൻഡ് ഔട്ട് ദ ജീനോടൈപ്പ് ഓഫ് F2 പ്ലാന്റ്സ്, ഗ്രിഗർ മെൻഡൽ ഡിഡ് ടെസ്റ്റ് ക്രോസ് ഓർ ബാക്ക് ക്രോസ്. അതെങ്ങനെയായിരുന്നു? F2 ടോൾ പ്ലാന്റ്സ് ഇൻഡിവിജ്വലി ക്രോസ്ഡ് വിത്ത് ദി ഡ്വാഫുമായിട്ട് ക്രോസ് ചെയ്തു. അത് പണ്ണറ്റ് സ്ക്വയറിലൂടെയുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടതാണ്. അതിനാണ് എന്ത് വിളിച്ചത്? ബാക്ക് ക്രോസ് ഓർ ടെസ്റ്റ് ക്രോസ്. പിന്നെ എന്തായിരുന്നു പഠിച്ചത്? ലോ ഓഫ് ഡോമിനൻസ്, ദെൻ ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചു. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, സ്നാപ് ഡ്രാഗൺ അല്ലെ, ഡോഗ് ഫ്ലവറിൽ അല്ലേ, റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്തപ്പം പിങ്ക് ഫ്ലവർ കിട്ടി. ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ, ക്യാരക്ടർ ഇൻ ബിറ്റ്വീൻ ദ ടു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് ഈ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ് എന്നുള്ളത്. അത് രണ്ട് അലീൽ വരുമ്പോൾ ഒരു സെറ്റ് അലീലിൽ രണ്ടും ഒരുപോലെ ആക്റ്റീവ് ആണെങ്കിൽ രണ്ടും ഒരുപോലെ എക്സ്പ്രസ് ആവും. ഒന്ന് ഡിഫക്റ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ്, അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എക്സ്പ്രസ്ഡ് ആണെങ്കിൽ ഒരു ക്യാരക്ടർ അങ്ങോട്ട് എക്സ്പ്രസ്ഡ് ആവും. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഡോമിനൻറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. മനസ്സിലായോ? അടുത്തതിനെ റെസസീവ് എന്നൊക്കെ വിളിച്ചത്. അതും നമ്മളിന്ന് കണ്ടു. പിന്നെ ഫൈനലി വി ഡിസ്കസ്ഡ് കോഡോമിനൻസ്. കോഡോമിനൻസിൽ രണ്ട് ക്യാരക്ടറും, അത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ AB ഗ്രൂപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത്. RBCയുടെ മുകളിൽ we can observe a sugar polymer coating which is protruded out of its surface, and two types of sugar polymer coatings are there. A ഒരു തരം പ്രോട്ടീൻ ഷുഗർ പോളിമറാണ്, B പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഷുഗർ പോളിമറാണ്. എയും ബിയും ഈക്വലി ഡോമിനൻ്റ് ആണ്, രണ്ടും തുല്യമാണ്. രണ്ടും ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാളും എക്സ്പ്രസ് ചെയ്യും. എൻ്റെ കൂടെ O വന്നാലോ, സ്മോൾ I വന്നാലോ A ആണ് ഡോമിനൻറ്റ്. എയുടെ കൂടെ ബിയുടെ കൂടെ സ്മോൾ I വന്നാലോ B ആണ് ഡോമിനൻറ്റ്. എയും ബിയും ഒന്നിച്ച് വന്നാലോ രണ്ടും എക്സ്പ്രസ്. വൺ ഇസ് നോട്ട് ഡോമിനൻറ്റ്, നൈദർ ഡോമിനൻറ്റ് നോർ റെസസീവ്. അതാണ്, രണ്ടും ഡോമിനൻറ്റും അല്ല റെസസീവും അല്ല, ഒന്നിച്ച് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യും. അതാണ് AB ബ്ലഡ് ഗ്രൂപ്പ്. AB ഗ്രൂപ്പില്ലേ? അപ്പോൾ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ AB ബ്ലഡ് ഗ്രൂപ്പിൽ 4 ടൈപ്സ് ആണ് കാണുന്നത് അല്ലേ? അലീലിക് ഫോംസ് എത്രയാണ്? 3 ടൈപ്സ്, IA, IB, സ്മോൾ I. അത് വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ്, ജീനോട്ടിപ്പിക് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് 2 അലീൽസ് ഫോം ചെയ്യുന്നത്? ഡിപ്ലോയിഡ് ആണ്. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന എല്ലാ ജീവികളും ഡിപ്ലോയിഡ് ആണ്. എന്നാൽ സിംഗിൾ ഇത് മാത്രം സെല്ല് മാത്രം ഉണ്ടാവുന്നത്, അത് ഡിവൈഡ് ചെയ്ത് വരുന്നതിന് ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയുക. ഇതൊക്കെ നിങ്ങൾ ബോട്ടണിയിൽ കൂടുതൽ പഠിക്കും. സോ വിത്ത് ദിസ് ഐ തിങ്ക് ഐ ക്യാൻ വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. വാച്ച് ദിസ് വീഡിയോ കെയർഫുള്ളി. Then thank you for listening. Thank you.